എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം മഴ തോരുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്, പക്ഷേ മഴ കനത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സമയം കളയുന്നില്ല, വീഡിയോ ചെയ്യാണ്. ഈ മാസം, അതായത് ജൂൺ മാസത്തിൽ നമ്മുടെ പട്ടാമ്പിയിലെ എ മോട്ടോഴ്സിൻ്റെ ട്രൂ വാല്യൂ ഷോറൂമിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. എല്ലാ സ്റ്റോക്കും നിങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടി വന്നാണ്. മഴയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചതിച്ചിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല, നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് വീഡിയോസും കാര്യങ്ങളും ചെയ്യാം അല്ലേ? ഓക്കെ, നമുക്ക് ആദ്യം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ 2018 ശേഷമുള്ള വാഹനങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടുന്നു പറഞ്ഞു. അതെങ്ങനെയാണ് ഫുൾ ലോൺ കിട്ടുന്നത്? ഫുൾ ലോൺ കിട്ടുന്നത് നമ്മൾ നല്ലൊരു പ്രൊഫൈലും അത് സിബിലൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ 100% ലോൺ കൊടുക്കാൻ പറ്റും. 100% ലോൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഷോറൂമിലേക്ക് വരിക. അപ്പോൾ ഷോറൂമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് ചോദിക്കാനുള്ള ഷോറൂമിന്റെ ലൊക്കേഷനാണ്. നമ്മൾ മേലെപ്പട്ടാമ്പി സേവന ഹോസ്പിറ്റലിന്റെ അടുത്താണ് നമ്മുടെ ഷോറൂം വരുന്നത്. അപ്പോൾ മെയിൻ ഹൈവേയിൽ തന്നെയാണ്. മേലെപ്പട്ടാമ്പി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയേറെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിവിശാലമായിട്ടുള്ള വലിയ ഷോറൂമാണ്. അപ്പോൾ നമുക്ക് ഓരോ വാഹനങ്ങൾ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഹ്യുണ്ടായിയുടെ i20 ഇത് 2020 മോഡൽ i20 മാഗ്നയാണ് ഓപ്ഷൻ വരുന്നത്. മാഗ്ന. അതെ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ആണ് ഓണർഷിപ്പ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 48,000 മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്? കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിലെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് മാനുവൽ അല്ലേ? മാനുവൽ ആണ്. പെട്രോൾ. ഈ മാഗ്ന എന്ന് പറയുന്ന വേരിയന്റിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ടീഷൻ ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒന്നും വരുന്നില്ല. കൂടാതെ നമ്മൾ 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. 1 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. ഇത് മാരുതി ട്രൂ വാല്യൂ ആണ്. പക്ഷെ അതർ ബ്രാൻഡ് വാഹനമായിട്ടുള്ള ഹ്യുണ്ടായിയുടെ i20 പോലും 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. അതായത് വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ 580 ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 5,80,000 രൂപ ചോദിക്കുന്ന പ്രൈസ്. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ 100% ലോൺ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞ പ്രൊഫൈലും ട്രാക്കും എല്ലാം പക്കയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 100% നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും. 100% വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം അതുപോലെയുള്ള കസ്റ്റമറൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോറൂമിലേക്ക് വരിക. അടുത്തായിട്ട് വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള മാരുതി സ്വിഫ്റ്റ്, അത് ഫുൾ ലോൺ കിട്ടുന്ന ഒരു വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2018 മോഡൽ സ്വിഫ്റ്റ് VXI ആണ് ഓപ്ഷൻ വരുന്നത്. VXI വേരിയന്റ്. വെറും 75,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് വണ്ടി. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ അവൈലബിൾ ആണ്. ഈ VXI എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? നമ്മൾ വരുന്നത് 4 ഡോർ പവർ വിൻഡോ വരും. VXI ആണ് നമ്മൾ നോർമൽ സ്ക്രീനും കാര്യങ്ങളും വരുന്നത്. ടച്ച് സ്ക്രീൻ അല്ല വരുന്നത്, നോർമൽ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ABS, എയർ ബാഗ് കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ട് ഉണ്ടാവും. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കണ്ടീഷൻ ടയർസ്, മിറർ, ഇൻഡിക്കേറ്റർ. ഇന്റീരിയർ ഒക്കെ പക്ക ക്ലീൻ ആയിട്ടാണ് വരുന്നത്. പക്ക ക്ലീൻ ആണല്ലേ? ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 595 ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 595. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നമുക്ക് ഓഫർ നടക്കുന്നതുകൊണ്ട് നമ്മൾ മാക്സിമം നമുക്ക് 100% വരെ ലോണും അതേപോലെ നമുക്ക് പ്രൈസിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് വീണ്ടും നല്ല ക്വാളിറ്റി ഒരു സ്വിഫ്റ്റ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. വാറന്റി ഉണ്ട്, ഫ്രീ സർവീസ് ഉണ്ട്, ഫുൾ ലോൺ അവൈലബിൾ ആണല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2022 മോഡൽ സ്വിഫ്റ്റ് VXI തന്നെയാണ് ഓപ്ഷൻ വരുന്നത്. നമ്മളിത് സിംഗിൾ ഓണർ ആണ് വരുന്നത്. 28,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 28,000 കിലോമീറ്റർ അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ മാത്രമല്ല നമ്മൾ ഫോഗ് ലാമ്പ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. അഡീഷണൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനം തന്നെയാണല്ലേ? VXI എന്ന് പറയുന്ന വേരിയന്റിൽ നേരത്തെ പറഞ്ഞ പോലെ 4 ഡോർ പവർ ഉണ്ട്, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ഉണ്ട്, കണ്ടീഷൻ ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? ഇൻഷുറൻസ് എല്ലാം ക്ലിയർ ആയാണ് നമ്മൾ ഇടുള്ളൂ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിരിക്കും വണ്ടി. ഓക്കെ. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? നമ്മൾ 7 lakh ആണ് ചോദിക്കുന്ന പ്രൈസ്. 7 ലക്ഷം രൂപ ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ നമുക്ക് 7 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും. പിന്നെ വാറന്റി ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പ്രൊഫൈല് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 100% ലോൺ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ 85-90% നമ്മൾ ലോൺ കൊടുക്കും. ലോൺ ചെയ്യാൻ പറ്റും. സാധാരണ നോർമൽ ഗതിയിൽ 90% ലോൺ ചെയ്യാൻ പറ്റും. ഇതിന് വാറന്റി എങ്ങനെ വരുന്നത്? ഇതിന് 1 ഇയർ വാറന്റിയും അതേപോലെ 3 ഫ്രീ സർവീസ് ആണ് വരുന്നത്. 3 ഫ്രീ സർവീസ് വരുന്നത്. ഇത് നമുക്ക് ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും ചെയ്യാം. ഓൾ ഇന്ത്യ വാറന്റി ആണ്. ഓക്കെ. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്. നമ്മളിപ്പോൾ മാനുവലി 2 കളർ പരിചയപ്പെട്ടു. ഇനി നമ്മൾ ഓട്ടോമാറ്റിക് അല്ലേ? അപ്പൊ ഏത് തരം സ്വിഫ്റ്റ് വേണമെങ്കിലും ഷോറൂമിലേക്ക് വരാം. ഡീറ്റെയിൽസ് സ്വിഫ്റ്റ് VXI 2020 മോഡൽ ഓട്ടോമാറ്റിക് ആണ് ഓപ്ഷൻ വരുന്നത്. വെറും 30,000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. സിംഗിൾ ഓണർ. നമ്മൾ വാറന്റി കൊടുക്കുന്നുണ്ട്. എത്രയാ വരുന്നത്? നമ്മൾ 6 മാസം വാറന്റിയും 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. 6 മാസം വാറന്റി 3 ഫ്രീ സർവീസ്. അപ്പൊ നമ്മൾ പട്ടാമ്പി ഷോറൂമിൽ വന്നിട്ട് വാഹനം എടുത്ത് വിചാരിച്ചിട്ട് നമുക്ക് നമ്മളെ ഇവിടെ തന്നെ വരണമെന്നില്ല. ഈ വാറന്റിയും സർവീസിനൊക്കെ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ മാതൃ ഏത് സർവീസ് സെന്ററിൽ പോവാം. പിന്നെ VXI ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ABS, എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മിറർ, ഇൻഡിക്കേറ്റർ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, നല്ല കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻഷുറൻസും ആക്സിഡന്റ് ഹിസ്റ്ററിന്റെ റീപ്ലേസ് ഉണ്ടെന്ന് ചോദിക്കുന്നില്ല. കാരണം ഈ പറയുന്ന വാറന്റി സർവീസും കൊടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്.
ഇതിന്റെ പ്രൈസ് വരുന്നത് 7 lakh തന്നെയാണ് വരുന്നത്. 7 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അല്ലേ. ഇതിൽ നമുക്ക് ചെറിയ ഇതിൽ മാറ്റും കാര്യങ്ങളൊക്കെ കച്ചവടമാകുമ്പോൾ ഉണ്ടാവും. ഷോറൂമിലേക്ക് വരിക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക. 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഫുൾ ലോൺ അവൈലബിൾ ആണോ? അതെ, ഫുൾ ലോൺ അവൈലബിൾ ആണല്ലേ. ഓക്കെ. മാരുതിയുടെ വാഗനർ നല്ല ക്വാളിറ്റി വാഹനം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. എല്ലാം ക്വാളിറ്റി നിർത്തി പറയുന്നത് അത്രയും നല്ല ക്വാളിറ്റി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് വാഗനർ VXI ഓപ്ഷൻ വരുന്നുണ്ട്. 2012 മോഡലാണ്. 2012 മോഡലാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടി? 1 lakh ഓടിയിട്ടുണ്ട്. 1 lakh ഓടിയിട്ട് നമ്മൾ കണ്ടീഷൻ മോശമല്ല, നല്ല ഗുഡ് കണ്ടീഷനാണ് വണ്ടി വരുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ സ്റ്റോക്കിൽ ഇട്ടേക്കണത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 2.75 നമ്മൾ സ്റ്റോക്കിന്റെ പ്രൈസ്. 2,70,000 രൂപ. ഒരു വാഗനർ, ഒരു ലോ ബജറ്റിൽ വാഗനർ തരുന്നവർക്ക് എന്തായാലും അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. അടുത്തായിട്ട് മാരുതിയുടെ സെലീറിയോ അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2015 മോഡൽ സെലീറിയോ VXI ആണ് ഓപ്ഷൻ വരുന്നത്. വെറും 53 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ ആണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടി. ഈ പറഞ്ഞ 53 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ജെനുവിൻ ആണോ? കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. നമ്മള് അവൈലബിൾ ആണ്. ഈ VXI വേരിയന്റ് ആണ്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ് വരും, സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ സ്പോയിലർ, റിവേഴ്സ് ക്യാമറ ഉണ്ട്, ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയർസ്. ഇതിന് ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ് അങ്ങനെ റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. നല്ല വണ്ടിയാണ്, നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3.45 നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. 3.45 ചോദിക്കുന്ന പ്രൈസ്. ഇത് 2017 മോഡൽ സെലേരിയോ VXI ആണ് വരുന്നത്. ഇത് 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഈ വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർ വണ്ടി. ഈ പറഞ്ഞ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജെനുവിൻ ആയിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കുക. എല്ലാം ചെക്ക് ചെയ്താണ് നമ്മൾ വണ്ടിയുടെ സ്റ്റോക്കിലേക്ക് എടുക്കുന്നത്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലും ഈ പറഞ്ഞ അതേ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്. നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. പേപ്പേഴ്സ് എല്ലാം എപ്പോഴും ക്ലിയർ ആയിരിക്കും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റഡ് ഉള്ള കാര്യം. പിന്നെ നടക്കണ്ട. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് ചോദിക്കുന്ന പ്രൈസ് 3.65 ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. ഒരു 3 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റുമോ? 3 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. ട്രൂ വാല്യൂ ഷോറൂമാണെന്ന് കരുതിയിട്ട് മാരുതിയുടെ കാറുകൾ മാത്രമല്ല അല്ലേ, അല്ല, നമുക്ക് ആളുകൾക്ക് വേണ്ടപ്പെട്ട എല്ലാത്തരം വാഹനങ്ങളുടെ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് മാരുതി വണ്ടിയുടെ മാത്രമല്ല നമ്മളോട് സെയിൽ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കമ്പനി വണ്ടിയും നമ്മളോട് സെയിലുണ്ട്. ഓക്കെ. അത് നമുക്ക് നല്ല വണ്ടി വേണമെങ്കിൽ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2013 മോഡൽ നിസാൻ മൈക്ര XL ആണ് ഇത് വേരിയന്റ് വരുന്നത്. വെറും 36,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. സിംഗിൾ ഓണർ. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടിയാണല്ലേ. ഇത് XL എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അതായത് ബേസ് വേരിയന്റ് ആണ്. ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും എടുത്ത് പറയാനില്ലെങ്കിൽ കൂടി പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. നല്ല കണ്ടീഷൻ ടയേഴ്സ് ഉണ്ട്. ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 2.30 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. ഒരു 2,30,000 രൂപ. 2,30,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. അതിൽ ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതിൽ നല്ല മാറ്റങ്ങളോ അതുപോലെ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ലോ ബഡ്ജറ്റ് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ നോക്കുന്നവർക്ക് വേണ്ടി നമ്മൾ 2012 മോഡൽ ആൾട്ടോ LXI സ്റ്റോക്കിൽ വരുന്നുണ്ട്. ഇത് 1 lakh കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 1,40,000 രൂപയാണ്. വണ്ടി 2012 മോഡൽ വണ്ടി നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അടുത്തായിട്ട് മാരുതിയുടെ റിറ്റ്സ് പരിചയപ്പെടാം അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? റിറ്റ്സ് 2014 മോഡലാണ് വരുന്നത്. ഒരു 80,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. ഏത് വേരിയന്റ്? VXI വേരിയന്റ്. ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം. റിറ്റ്സ് ഒക്കെ സിംഗിൾ ഓണർ കിട്ടുമെന്ന് പറഞ്ഞ ഭാഗ്യമാണ്. ഈ പറഞ്ഞ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ജെനുവിൻ ആയിരിക്കും. നല്ലൊരു പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 3.75 നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വരുന്നത്. 3,70,000 രൂപ. ഇതിൽ നമുക്ക് ഒരു 3.10 ആ റേഞ്ചിൽ ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. കസ്റ്റമർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 50-60 റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറക്കിക്കൊണ്ടാൻ പറ്റുന്ന വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും വരുന്നില്ല. നല്ല ഗുഡ് കണ്ടീഷനാണ്. നമ്മൾ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അടുത്തായിട്ട് സാധാരണക്കാരന്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഓൾട്ടോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ആൾട്ടോ LXI CNG ഫിറ്റഡ് വരുന്നത്. 2013 മോഡലാണ്. ഒരു 86,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് LXI വേരിയന്റ്. LXI വേരിയന്റിൽ അറിയാം AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 2.25 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. വെറും 2,20,000 രൂപ. ലോൺ ഇടേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടി ലോൺ വേണമെന്നുണ്ടെങ്കിൽ 2013 ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തായിട്ട് മാരുതിയുടെ ഓൾട്ടോ കേട്ടൺ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ആൾട്ടോ കേട്ടൺ LXI ആണ് ഓപ്ഷൻ വരുന്നത്. 2017 മോഡലാണ്. 78,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ. ഇത് LXI വേരിയന്റ്. LXI ആണ് വേരിയന്റ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, ABS, എയർ ബാഗ്, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ചോദിക്കുന്ന പ്രൈസോ? 2.90 ആണ് ചോദിക്കുന്ന പ്രൈസ്. 2,90,000 രൂപ. ഇതിലിപ്പോ 40-50 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 50 വരെയൊക്കെ നമുക്ക് ഡൗൺ പേയ്മെന്റ് എന്നാലും മാക്സിമം നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും. പിന്നെ സിവിൽ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ലോൺ പേയ്മെന്റ് കുറക്കണം വേണ്ടെന്നുള്ളതൊക്കെ നമുക്ക് സിവിൽ നോക്കിയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി തന്ന ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള റെജിലയായിരുന്നു. താങ്ക് യു സോ മച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി